മോഷ്ടാക്കൾ ജാഗ്രതയിൽ. രാത്രിയോ പകലോ ഇവിടുത്തെ വീടുകളിലും കടകളിലും മോഷണം നടത്താമെന്ന കുൽസിത ചിന്താഗതിയുമായി വരുന്നവർ ഓർത്തുവെച്ചോ, കാര്യം സാധിച്ച വെറുതെ അങ്ങ് പോകാമെന്ന് വിചാരിക്കേണ്ട. നല്ല ഇല വെട്ടി വിളമ്പി 16 കറിയും ചേർത്ത ഉരുളയാക്കി ഉരുട്ടി തീറ്റിച്ചിട്ടേ വിടൂ. ഇത് മോഷ്ടാക്കളുടെ ശല്യം പതിവായതോടുകൂടി മോഷ്ടാക്കൾക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡാണ്. കോട്ടയം ജില്ലയിലെ കല്ലറ ഗ്രാമപഞ്ചായത്തിൻ്റെ 4-ാം വാർഡിലാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ബോർഡ്, ഒരു മുന്നറിയിപ്പ് ബോർഡ് കാണാൻ സാധിക്കുന്നത്. ഇത് മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദിയിലും തമിഴിലും ഇതേ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോർഡ് സ്ഥാപിച്ചത് ഇവിടുത്തെ പഞ്ചായത്ത് അംഗമായ അരവിന്ദ് ശങ്കറിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹവും മറ്റു കുറച്ച് ആളുകൾ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ മോഷ്ടാക്കളെ കൊണ്ട് അത്ര വലിയ ശല്യമായിരുന്നോ? മോഷ്ടാക്കളെ കൊണ്ട് കല്ലറ പഞ്ചായത്തിൽ ഒരു കാലത്ത് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതി അങ്ങനെയല്ല. ഇന്ന് മോഷ്ടാക്കളുടെ നിരന്തരമായ ശല്യം കാരണം ജനങ്ങളുടെ സ്വൈര്യമായിട്ടുള്ള ജീവിതത്തിന് വരെ തടസ്സം വന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിക്കാൻ നിർബന്ധിതരായത്. ഈ ഒരു സാഹചര്യം തന്നെയാണ് ഇങ്ങനെയൊരു മോഷ്ടാക്കളെ പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പോൾ നമ്മളിങ്ങനൊരു ബോർഡ് സ്ഥാപിക്കാൻ നിർബന്ധിതരായത്. അതിന് നിയമപരമായിട്ട് നമ്മുടെ ഇവിടെ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കാരണം പോലീസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കാര്യം ഒരുപോലെ നടക്കണമെന്നില്ല. അതുകൊണ്ട് ഈ ജനങ്ങളെല്ലാവരും വിജയിപ്പിച്ച വ്യക്തിയാണ് ജനപ്രതിനിധി എന്ന് പറയുന്ന മെമ്പർ. ആ മെമ്പറും ജനങ്ങളും, ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഒന്നുമില്ല, എല്ലാ വ്യക്തികളും കൂടെയും ചേർന്നുകൊണ്ട് നമ്മളിവിടെ ഡിഫൻസ് ടീം രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്. അതിൽ മലയാളം മാത്രമല്ല, തമിഴും അതോടൊപ്പം തന്നെ ഹിന്ദിയും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ഈ മോഷ്ടാക്കൾ, ഏത് നാട്ടുകാരാണെന്നുള്ളത് അറിയില്ല. മലയാളികളാണോ, തമിഴ്നാട്ടുകാരാണോ, ഇനി മറ്റെവിടെ നിന്നെങ്കിലാണോ അറിയില്ല. അതുകൊണ്ടാണ് ഈ 3 ഭാഷയിലും വെച്ചിരിക്കുന്നത് അല്ലേ? അതെ. അതിനകത്ത് നമ്മൾ മോഷ്ടാക്കൾ ആരാന്നറിയണമെങ്കിൽ കൃത്യമായിട്ട് നമ്മളവരെ പിടിച്ചാൽ മാത്രമേ മോഷ്ടാക്കൾ മലയാളികളാണോ, അതല്ല തമിഴന്മാരാണോ, അതല്ല ഹിന്ദിക്കാരാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. മലയാളികളുടെ അല്ലെങ്കിൽ തമിഴന്മാരെ പേര് പറഞ്ഞ് മലയാളികൾ ഇനി മോഷണത്തിന് ഇറങ്ങിയതാണോ എന്നൊക്കെയുള്ള നമ്മൾ ആ സമയത്ത് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, മോഷ്ടാക്കൾ ഇവിടെ ഉണ്ട്. അവരെ നിർബന്ധമായിട്ടും ഞങ്ങൾ തീർച്ചയായിട്ടും പിടിച്ചിരിക്കും. അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആ ബോർഡിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. 16 കറിയും കൂട്ടി ഉണ്ണിച്ചിട്ടേ വിടത്തുള്ളൂ. 16 കറിയും കൂട്ടി ഊട്ടിച്ചിട്ടേ വിടുകയുള്ളൂ. ഇപ്പോൾ അതെനിക്ക് തോന്നുന്നത് ആ 16ഉം 10ഉം നമ്മൾ പണ്ട് ആറന്മുളയ്ക്ക് അവിടെ സദ്യ ഉണ്ടല്ലോ, എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഇരട്ടിക്കറിയും കൂടെ കൂട്ടിച്ചിട്ട് വേണ്ട അവസ്ഥയിലേക്ക് എത്തുവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെയൊക്കെ വീണ്ടും ശല്യം ഉണ്ടായിരുന്നോ? ഇന്നലെ നമ്മുടെ ഇവിടെ അടുത്തൊരു വീട്ടിൽ ചെന്ന് കയറുകയും അവിടെ ആടിനെ, അതായത് കല്ലറ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു വീട്ടിൽ ചെല്ലുകയും അവിടെ ആടിനെ അയച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും അവരുടെ ജനലി കൂടെ അകത്തേക്ക് വാതിലിലേക്ക് കയറാൻ ശ്രമിക്കുക എന്ന സംഭവമൊക്കെ ഉണ്ടായി. നിലവിൽ ഈ സാധാരണ ഇവിടെ മോഷണ ശ്രമങ്ങൾ ഒരുപാട് നടന്നു. വീടിൻ്റെ വാതിലുകൾ പൊളിച്ചാണ് മോഷണ ശ്രമങ്ങൾ നടന്നേക്കുന്നത് അല്ലേ? നമ്മുടെ ഇവിടെ ആദ്യത്തെ ഒരു മോഷണം നടന്നത് കല്ലറയിൽ ചന്തപ്പറമ്പ് ഭാഗത്താണ് ആദ്യത്തെ മോഷണം നടന്നത്. ആ മോഷണത്തിൽ അവിടെ CCTV ക്യാമറയുണ്ട്. ആ CCTV ക്യാമറയിൽ 2 തമിഴ് ആൾക്കാരാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് അവർ വീടിനകത്തേക്ക് കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം കൃത്യമായിട്ട് അവർ ഈ മാരകായുധമായിട്ടുള്ള വാക്കത്തിയുള്ള ആയുധം ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അതിൽ കാണുന്നുണ്ട്. ഈ മെമ്പറുടെ നേതൃത്വത്തിൽ ഒരു ഡിഫൻസ് ടീം രൂപീകരിച്ചു എന്ന് പറഞ്ഞു, നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതെന്താണ്, അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഡിഫൻസ് ടീം എന്ന് പറയുന്നത്, ഡിഫൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പ്രതിരോധമാണ്. അപ്പം ഈ ഡിഫൻസ് ടീം എന്ന് പറയുന്നത് നമ്മുടെ വാർഡിലെ, അതായത് കല്ലറ ഗ്രാമപഞ്ചായത്തിൽ എൻ്റെ വാർഡ് 4-ാം വാർഡാണ്. ആ 4-ാം വാർഡിൽ ഉൾപ്പെടുന്ന വിവിധ രാഷ്ട്രീയത്തിലുള്ള, അതുപോലെ നിഷ്പക്ഷരായിട്ടുള്ള, അതുപോലെ തന്നെ കുടുംബശ്രീ വിഭാഗത്തിൽപ്പെട്ട ആശാ വർക്കർ, അങ്ങനെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ടീം സജ്ജമാക്കിയിട്ടുണ്ട്. അവർക്ക് 24/7 എന്ന് പറഞ്ഞാൽ 7 ദിവസവും 24 മണിക്കൂറും അലേർട്ടായിട്ട് വില്ലിംഗ് ആയിട്ടുള്ളവരാണ് ഇതിനകത്തുള്ളവർ. ഈ രാത്രിയൊക്കെ ഈ മോഷ്ടാക്കളെ പിടിക്കാൻ നിങ്ങൾ പെട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ടോ? ഉണ്ട്. രാത്രിയിലാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ രാത്രിയിൽ നമ്മൾ ഇപ്പോൾ ടീമായിട്ട് തിരിഞ്ഞുകൊണ്ട്, ഷിഫ്റ്റ് അനുസരിച്ചുകൊണ്ട് ടീമായിട്ട് തിരിഞ്ഞുകൊണ്ട് ആൾക്കാരെ നിയോഗിച്ചുകൊണ്ട് പല ഭാഗത്തും ഒന്ന് റോന്തി ചുറ്റുന്ന ഭാഗം ചെയ്യാറുണ്ടല്ലോ സാധാരണഗതിയിൽ. അങ്ങനെ ഒരു പെട്രോളിംഗ് നടത്താനാണ് ഇപ്പം ഉദ്ദേശിച്ചിരിക്കുന്നത്. മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിഫൻസ് ടീമിൻ്റെ ഏതാണ്ട് ചെറിയൊരു ബാല്യം മാത്രമേ ഡിഫൻസ് ടീമിന് ഇപ്പോൾ ആയിട്ടുള്ളൂ. ആ ബാല്യത്തിൻ്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. മുന്നോട്ടുള്ള കാര്യങ്ങൾ ഡിഫൻസ് ടീമിൻ്റെ മീറ്റിങ്ങുകൾ കൂടിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ. എന്തായാലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഈ ഡിഫൻസ് ടീമിന് നേതൃത്വം നൽകുന്ന ആരാണ്? ഡിഫൻസ് ടീമിന് നേതൃത്വം നൽകുന്നത് ഇദ്ദേഹമാണ്. ജോൺസൺ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ നമ്മുടെ ഫോഴ്സിൽ നിന്ന് മിലിറ്ററി നേഴ്സിംഗ് സെക്ഷനിൽ നിന്ന് റിട്ടയർ ആയ ആളാണ് അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ, എന്നെക്കാളും വൃത്തിയായിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ അദ്ദേഹമാണ്. കാരണം ട്രെയിനിങ് സെക്ഷൻ ചെയ്യുന്നതെല്ലാം ചേട്ടനാണ്. അതുകൊണ്ട് തന്നെ ചേട്ടനാണ് അതിനെപ്പറ്റി പറയേണ്ടത്.
അപ്പോൾ ചേട്ടാ, നമ്മൾ എന്ത് തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെയാണ് ഈ ഡിഫൻസിൽ ടീമിൽ ഉൾപ്പെടുന്ന അംഗങ്ങൾക്ക് നൽകുന്നത്? നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം 87 മെമ്പേഴ്സാണുള്ളത്. അത് കല്ലറ പഞ്ചായത്തിലെ ഈ 4-ാം വാർഡിലെ എല്ലാ വീട്ടിലെയും ഏകദേശം മാക്സിമം അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ അതിൽ നിന്ന് തന്നെ ഫിസിക്കലായിട്ട് കുറച്ച് കേപ്പബിളായിട്ടുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരായ ആൾക്കാരെയും അവരെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് സ്പെഷ്യൽ 25 പേർക്ക് നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ വാർഡ് മെമ്പർ വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹം ഒരു കളരിയാശാനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും പിന്നെ നമ്മളുടേതായ പല എക്സ്പീരിയൻസ് ഉള്ളവർ പലരും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ചേർത്ത് നിർത്തി ഒരു ട്രെയിനിങ് പ്രോഗ്രാം, അതായത് സ്വന്തം ഫിസിക്കൽ എബിലിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ വരുന്നവരെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ള രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുക. അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ഇൻവോൾവ് ആയ എല്ലാവരും അലർട്ട് ചെയ്യുക. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ അവിടെ നിന്നുള്ള മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഏരിയ കവർ ചെയ്തുകൊണ്ട് ചുറ്റും കവർ ചെയ്തിട്ട് മോഷ്ടാക്കളായി വരുന്നവരെ നമ്മൾ അവരെ പിടികൂടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മാത്രം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതൊരു മെഡിക്കൽ ടീമായിട്ട് നമ്മളിതിനെ കൺവേർട്ട് ചെയ്യാൻ കൂടെ ആഗ്രഹിക്കുന്നത്. എമർജൻസി ടീം. സപ്പോസ് ഇതിന് ശേഷം നമ്മൾ ഈ ഏതെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ അവിടെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയോ, ഒരു വീട്ടിൽ ആക്രമിച്ച് കയറുകയാണെങ്കിൽ അവിടെയുള്ളവർക്ക് എന്തെങ്കിലും പരിക്കുകളുണ്ടായാൽ അവരെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി മോഷ്ടാക്കൾക്ക് പരിക്കുണ്ടായാൽ പോലും അവരെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് തീർച്ചയായിട്ടും കൊടുക്കും. നമ്മൾ ആ രീതിയിലാണ്, നമ്മളൊരു ഹ്യൂമാനിറ്റി രീതിയിൽ തന്നെ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നീട് ഇതിനെ തന്നെ ഈ കള്ളന്മാരുടെ ശല്യങ്ങളെല്ലാം ഒഴിവായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ടീമിനെ ഞങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇതിനകത്ത് ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല. നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നു ആ രീതിയിൽ ഞങ്ങൾ ഇതിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ ഒരു എമർജൻസി ടീമായിട്ട് നിർത്തും. നിങ്ങളുടെ ഈ എമർജൻസി ടീം രാത്രി കാലങ്ങളിൽ മാത്രമാണോ ആക്റ്റീവായി പ്രവർത്തിക്കുക? അല്ലല്ല, ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഞങ്ങൾ പരിപാടി നല്ല രീതിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും അപരിചിതർ, ശരിക്കും നമുക്കറിയാം ഈ ചൂലൊക്കെ ആയിട്ട് ഇവർ വരും. അവർ ചൂലെന്ന് പറഞ്ഞ് പോവുകയുള്ളൂ, വിൽപ്പനയില്ല. അതുപോലെ പല കിടക്ക മെത്ത അങ്ങനെയുള്ള ആൾക്കാർ വീടുകളിൽ അവരെയൊന്നും നോക്കിയല്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുക. അപ്പോൾ എല്ലാ സൈറ്റുകളും പ്ലാൻ ചെയ്ത് പോവുക. അതുകൂടാതെ തന്നെ കല്ലറ പഞ്ചായത്തിൽ ഒത്തിരി വീടുകൾ വലിയ വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇതൊക്കെ ഇവർ നോട്ടം വെച്ച് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഉച്ച സമയത്താണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. ഈ സമയത്ത് എല്ലാവരുമൊക്കെ മയക്കം ഇതൊക്കെ ആയിരിക്കും. പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. മെയിനായിട്ട് ആ ഒരു രീതിയിലാണ് പോകുന്നത്. മോഷ്ടാക്കളെ കൊണ്ട് പൊറുതി മുട്ടിയതോടെയാണ് ഇത്തരത്തിൽ ഒരു ബോർഡ് സ്ഥാപിക്കാൻ കല്ലറ പഞ്ചായത്തിൻ്റെ 4-ാം വാർഡിലെ മെമ്പറും ഈ നാട്ടുകാരും നിർബന്ധിതരായത്. എന്താണെങ്കിലും 3 ഭാഷകളിൽ, മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും മോഷ്ടാക്കൾക്കുള്ള മുന്നറിയിപ്പ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഇനി മോഷണം നടത്തിയാൽ ഉറപ്പായും പിടികൂടുമെന്നാണ് നാട്ടുകാർ പറയുന്നത്, ഡിഫൻസ് ടീം പറയുന്നത്. ഈ മോഷ്ടാക്കളെ പിടികൂടാൻ വേണ്ടി മാത്രമായി ഡിഫൻസ് ടീം ഇവർ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം കല്ലറയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.